മനാലിയിലെ മാൾ റോഡാണിത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം. മാൾ റോഡിൽ കുറേ നേരം കറങ്ങി കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ടിബറ്റൻ മോണിസ്ട്രി കാണാൻ ഇറങ്ങി. ഇതും ഒരു നല്ല ഒരു ഇതുള്ളതാണ് ടെമ്പിൾ. ഹലോ എവരിബഡി, ഞങ്ങളിന്ന് മനാലി കറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, ബാഗെല്ലാം പാക്കായി. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങും. 7:30ക്കാണ് ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. 7 മണിയാകുമ്പോൾ ബസ്സിൻ്റെ അവിടെ എത്തണം. കാശ്മീർ ഗേറ്റിലാണ്. അവിടെ നിന്ന് ഡൽഹി വരെ പോകാൻ ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി. ഡ്യൂട്ടി ടൈമല്ലേ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെല്ലാം വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാഗ്, ട്രോളി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളിതാ മനാലി ട്രിപ്പിന് ഇറങ്ങിയിട്ടുണ്ട്. 4:30 ഇപ്പോൾ. 7 മണിക്കാണ് ബസ്സിൻ്റെ അവിടെ കാശ്മീരി ഗേറ്റിലെത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ ഡ്യൂട്ടി ടൈമല്ലേ, അപ്പോൾ ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. IFBT ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് തിരയണം, ഇനി സമയമായിട്ടില്ല. അപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാർട്ടായി. Kullar
ഞങ്ങൾ രാവിലെ 8 മണിയായപ്പോഴേക്കും മനാലിയിലെത്തി. ഇനി ഡ്രൈവറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഡ്രൈവർ വന്നു, ഞങ്ങളെ പിക്ക് ചെയ്തു, ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ മനാലിയിലെത്തി. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഇത് ഞങ്ങളുടെ ഹോട്ടൽ റൂമാണ്. തണുപ്പ് സഹിക്കാൻ വയ്യ, ഭയങ്കരമായിട്ടുള്ള തണുപ്പ്. റൂം കുഴപ്പമില്ല, ഒരുവിധം നല്ലതായിട്ടുണ്ട്. ഈ തണുപ്പ് ഡൽഹിയിലുണ്ട്. ആ തണുപ്പ് കൊള്ളാൻ വേണ്ടി ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ചിന്തിക്കുന്നത്. ഓഹോ, ഉദിച്ചു വരുന്ന സൂര്യൻ. നന്നായി, നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യം. ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഓർഡർ ചെയ്തത്. ആലു പൊറോട്ട, കേട്, അച്ചാർ, ചായ. ഞങ്ങൾ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് 1 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കറങ്ങാനായിട്ട്. ഹെഡിംബി ടെമ്പിൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാൻ. അപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് പോകുമ്പോൾ എവിടേക്കാണെന്നുള്ളത് നോക്കാം. ഓക്കെ. ഇപ്പം ഇത്തിരി വെയിലുണ്ട്, തണുപ്പുണ്ട്, പക്ഷെ എങ്കിലും വെയിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ മഞ്ഞ്, സ്നോഫോൾ ഇന്നില്ല, ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവാൻ ചാൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.